നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തെക്കഞ്ചേരി അമ്പലത്ത് വീട്ടിൽ ഹനീഫയുടെ മകളും വിളിയങ്കോട് സ്വദേശി റഫീഖിന്റെ ഭാര്യയുമായ 36 വയസ്സുള്ള അജി എന്ന റുസീനയാണ് മരിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:55 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങിയവരെ ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത്. ദേശീയപാത നിർമ്മാണം മന്ദലാംകുന്ന് ചക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരിൽ നിന്നും അഭിപ്രായം തേടി ഉത്തരവാദികളായവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് കളക്ടറുടെ ഉറപ്പ്. വാർത്തകൾ വിശദമായി. ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ചാവക്കാട് തെക്കഞ്ചേരി അമ്പലത്ത് വീട്ടിൽ ഹനീഫയുടെ മകളും വിളിയങ്കോട് സ്വദേശി റഫീഖിന്റെ ഭാര്യയുമായ അജി എന്ന റുസീനയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഭർത്താവ് റഫീഖിനെ പരിക്കുകളോടെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിലാണ് അപകടം. ഇവർ റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട പോലീസ് ആണ് ആംബുലൻസ് വരുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:55 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരി കയറ്റിയ ലോറിയുമാണ് ഇടിച്ചത്. ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാംപുറം സ്വദേശി ജാസൻ, സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത്. തലയ്ക്കും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റ ഇവരെ അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. രാവിലെ 7 മണി മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിന് തൊട്ടുമുമ്പാണ് ഇന്നത്തെ അപകടമുണ്ടായത്. രാവിലെ 7 മുതൽ രാത്രി 11 മണിവരെയാണ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്. മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തതാണ് അപകടങ്ങൾ പെരുകാൻ പ്രധാന കാരണം എന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാക്കുമെന്നും റോഡിലെ 4 ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമെന്നും AC മൊയ്തീൻ MLA അറിയിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ നടപടികളൊന്നും ഇതുവരെയും റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കിഫ്ബിയും പൊതുമരാമത്ത് അധികൃതരും കൈക്കൊണ്ടിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. നേർച്ച ആഘോഷങ്ങൾ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം പ്രദേശം ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. മണത്തല ചന്ദനക്കുട നേർച്ചയോടനുബന്ധിച്ച് പള്ളി പരിസരത്തും നഗരത്തിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മാസ് ക്ലീനിങ്ങിലൂടെ നീക്കം ചെയ്തത്. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, KH സലാം, സബൂറ, KP രഞ്ജിത് കുമാർ, 20ാം വാർഡ് കൗൺസിലർ MN റൌഫ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M. ഷമീർ, മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് മണത്തല സ്വദേശി പുതുവീട്ടിൽ തൊട്ടാപ്പിൽ ഷാഹുവിന്റെ മകൻ ഷാജിദിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് ടീം വർണ്ണമഴ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആഘോഷങ്ങൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കടവല്ലൂർ ഏകാദശിയുടെ ഭാഗമായി നൽകിവരുന്ന പ്രശസ്ത മദ്ദള കലാകാരൻ കടവല്ലൂർ അരവിന്ദാക്ഷന്റെ നാമധേയത്തിലുള്ള 31ാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും നടത്തി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് പൂരം കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. മദ്ദള കലാകാരൻ ചോറ്റാനിക്കര സുരേന്ദ്രൻ മാരാർക്ക് പുരസ്കാരം സമ്മാനിച്ചു. പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള കലാമണ്ഡലം മദ്ദളം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കടവല്ലൂർ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു.
ദേശീയപാത നിർമ്മാണം മന്നലാംകുന്ന് ചക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി കളക്ടറേറ്റിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിൽ നിന്ന് കൂടുതൽ മണ്ണെടുത്തതോടെ കൂടുതൽ താഴ്ചയിലായിരിക്കുകയാണ് പ്രദേശം. കാന നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇരുഭാഗങ്ങളിൽ നിന്നും സ്പീഡ് ട്രാക്കിന്റെ പടിഞ്ഞാറു ഭാഗത്തു നിന്നും വെള്ളം ഒലിച്ചുവന്ന് കാന നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. ഇതുമൂലം കഴിഞ്ഞ 2 വർഷമായി പ്രദേശത്തെ 50ഓളം വീട്ടുകാർ വലിയ ദുരിതത്തിലാണ്. നാട്ടുകാരുടെ പരാതിയുടെയും പ്രതിഷേധത്തെയും തുടർന്ന് പലപോം വഴികൾ തേടിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ നിലവിലെ വാർഡ് മെമ്പറും പുന്നയൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സൈനബ ഷുക്കൂറിന്റെ ഇടപെടലിനെ തുടർന്ന് പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിക്കുകയും തുടർ പ്രവൃത്തികൾക്കായി കളക്ടറുമായി ചർച്ച ഒരുക്കുകയുമായിരുന്നു. വ്യാഴാഴ്ച കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിക്ക് പുറമെ വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബൈദ പാലക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, മുൻ ബ്ലോക്ക് മെമ്പർ മന്നലാംകുന്ന് മുഹമ്മദുണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രശ്നങ്ങൾ നേരിടുന്നവരിൽ നിന്നും അഭിപ്രായം തേടി ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന കളക്ടറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്താനും തീരുമാനമായി. ഇതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടായി കളക്ടർക്ക് കൈമാറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഉള്ള വെള്ളക്കെട്ട് നീക്കാൻ വേണ്ടി നിലവിൽ വെച്ച പദ്ധതി അത് പ്രായോഗികമല്ലാവെന്നും ഇവിടുത്തെ പുന്നയൂർകുളത്തെ ആ പ്രദേശത്തെ ആളുകളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കളക്ടർ അക്കാര്യത്തിലൊരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ദേശീയപാത അധികൃതരെ കൊണ്ട് അത് ചെയ്ത് തരാമെന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച പ്രായോഗികമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ ആ ഭാഗത്തു നിന്നുള്ള ആളുകളിൽ നിന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ കമ്മിറ്റി എത്തും. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന KM മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു. കേരള കോൺഗ്രസ് എം കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം കനിവ് വൃദ്ധസദനത്തിൽ വെച്ച് നടന്ന ദിനാചരണം കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. PS രാജൻ, VK സുമൻ, NJ ജയമോൻ, KB ബജേഷ്, CF റോബിൻ, സിജോ ചുങ്കത്ത്, NL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കനിവിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. സംസ്ഥാന ബജറ്റ് മണലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 337.50 കോടി രൂപ അനുവദിച്ചു. മുല്ലശ്ശേരി കനാലിൽ പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ വരെ ബോട്ടിംഗ് അടക്കമുള്ള ഇക്കോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മാണത്തിന് 4 കോടി രൂപ. മുല്ലശ്ശേരി എലവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന് കെട്ടിട നിർമ്മാണം 1 കോടി രൂപ. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആസ്തിയിലുള്ള വാഗ കളിസ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മാണം 4 കോടി രൂപ. അരിമ്പൂർ പഞ്ചായത്ത് കിഴക്കുംപുറം ലാലൂർ ബണ്ട് റോഡ് നിർമ്മാണം 1 കോടി രൂപ. മാമ്പിള്ളി ഏനാമാവ് സ്റ്റീൽ പാലം തീരദേശ റോഡ് വീതി കൂട്ടിയുള്ള നവീകരണവും പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനുള്ള 2 തടയണകളും പുഴയോരത്തിന്റെ ദൃശ്യഭംഗി പ്രയോജനപ്പെടുത്തി വശങ്ങളിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയുള്ള സൗന്ദര്യവൽക്കരണവും 2 കോടി രൂപ എന്നീ പ്രവൃത്തികൾക്ക് തുക വകയിരുത്തി. പദ്ധതികൾക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ 20% അനുവദിച്ച് അംഗീകാരം ലഭിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന ഹൈവേ 250 കോടി. അരിമ്പൂരിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ ആവശ്യമായ യന്ത്ര സാമഗ്രികളും യന്ത്ര സാമഗ്രികളുടെ കേടുപാടുകൾ തീർക്കുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങളും ഒരുക്കുന്നതിന് 5 കോടി. എളവള്ളി പഞ്ചായത്ത് ഓട്ടോ ടാക്സി സ്റ്റാൻഡ് നിർമ്മാണം 6 കോടി. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനോലി കനാലിനു കുറുകെ കോടമുക്ക് പാലം നിർമ്മാണം 10 കോടി. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ കുരുത്തിച്ചാൽ പാലം നിർമ്മാണം 5 കോടി. വാടാനപ്പള്ളി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം 5 കോടി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 6 കോടി. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണം 3 കോടി. വാടാനപ്പള്ളി തിരുത്തിയമ്പാടം ബണ്ട് റോഡിൽ മുട്ടുകായലിന് കുറുകെയുള്ള കേടുവന്ന പാലത്തിന്റെ പുനർനിർമ്മാണം 2.5 കോടി. പെരിങ്ങാട് പുഴയിൽ കൂരിക്കാട് ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജലം സംഭരിക്കുന്നതിന് 6 കോടി. മണലൂർ മണ്ഡലത്തിലെ കാഞ്ഞാണി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി ഹെൽത്ത് സെന്ററുകളുടെ നവീകരണം 10 കോടി. വാടാനപ്പള്ളി പഞ്ചായത്ത് പൊക്കാഞ്ചേരി പാലം പുനർനിർമ്മാണവും ടൂറിസം വികസനവും 3 കോടി.
കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പൊന്മല, കിഴക്കാളൂർ തടാകം, ആളൂർ പുഴ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതി 6 കോടി, മുല്ലശ്ശേരി പഞ്ചായത്ത് ആസ്തിയിലെ മുല്ലശ്ശേരി ജംഗ്ഷനിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിൽ പാർക്കിംഗും മുകളിൽ കെട്ടിടവും 6 കോടി, കോഴിത്തോട് നവീകരണം 2 കോടി എന്നീ പ്രവൃത്തികൾക്ക് തുക അനുവദിച്ച് പദ്ധതികൾ അംഗീകരിച്ചു. ആകെ മണ്ഡലത്തിൽ 337.50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി. റോഡും തകർന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് 3 ഇടങ്ങളിലായി പൈപ്പ് പൊട്ടിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജല അതോറിറ്റി അധികൃതർ പൈപ്പ് ലൈൻ അടച്ചതോടെയാണ് വെള്ളമൊഴുക്ക് നിലച്ചത്. അറ്റകുറ്റപ്പണിക്കായി പുതുതായി നിർമ്മിച്ച റോഡ് പൊളിക്കേണ്ടി വരും. പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ പാലം വരെയും 4 കിലോമീറ്ററോളം ദൂരത്തിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി റോഡ് തകർന്നിട്ടുണ്ട്. ഇവിടെ അപകടങ്ങളും പതിവാണ്. അറിയിപ്പ്. പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രധാന ജലവിതരണ പൈപ്പ് ലൈൻ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ തകരാറിലായതിനാൽ കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, കുന്നംകുളം നഗരസഭാ പ്രദേശങ്ങളിൽ ഭാഗികമായും ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേച്ചേരി KSEB അറിയിപ്പ്. അധിക കണക്റ്റഡ് ലോഡ് വെളിപ്പെടുത്താൻ അവസരം. ഉപഭോക്താക്കൾക്ക് അധിക വൈദ്യുതി ലോഡ് ക്രമപ്പെടുത്തുന്നതിന് അപേക്ഷ സമർപ്പിക്കാൻ മാർച്ച് 31 വരെ അവസരമുണ്ടായിരിക്കുമെന്ന് KSEB കേച്ചേരി സെക്ഷൻ അധികൃതർ അറിയിച്ചു. അപേക്ഷാ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, വയറിംഗ് കോൺട്രാക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. വേലൂർ ശ്രീ കാർത്തേനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 5 വ്യാഴാഴ്ചയാണ് ആറാട്ട്. വെള്ളിയാഴ്ച വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജയ്ക്ക് ശേഷം കൊടിയേറ്റം നടത്തി. അശ്വിൻ തിരുമേനി, ഹരി തിരുമേനി, അവണാവ് നാരായണൻ തിരുമേനി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ശേഷം അന്നദാനവും ഉണ്ടായി. തുടർ ദിവസങ്ങളിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ തുടങ്ങി വിശേഷാൽ പൂജകളും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, വിളക്കിനെഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവയും ഉണ്ടാകും. ഉത്സവ ദിനത്തിലെ പ്രധാന ചടങ്ങായ പള്ളിവേട്ട ബുധനാഴ്ചയും ആറാട്ട് വ്യാഴാഴ്ചയും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ നേതൃത്വം നൽകും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫെബ്രുവരി 7, 8 തീയതികളിലാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ നടന്ന പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ജോഷി ആളൂർ കൊടികയറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി. നടത്തുകൈക്കാരൻ KA ബേബി, കൈക്കാരന്മാരായ ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ ജനറൽ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 6 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നവനാൾ കുർബാനകൾ ഉണ്ടാകും. ഫെബ്രുവരി 7 ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആഘോഷമായ കുർബാന. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കൽ, വിവിധ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് വള ആശീർവദിക്കലും നടക്കും. വൈകിട്ട് 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള സമാപനം. ഫെബ്രുവരി 8 തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായ തിരുനാൾ കുർബാന, ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. കാട്ടകമ്പാൽ പഞ്ചായത്തും പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജൻ, KM റസാഖ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സജിത്ത്, ഡോക്ടർ പ്രവീൺ ജോൺ, KU ജയശ്രീ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജെസി മാത്യു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ ജോയ്സി പോൾസനെ ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. കേരള മീഡിയ പേഴ്സൺ യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 31 കൂറ്റനാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എന്ന സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം 31 തീയതി കൂറ്റനാട് വെച്ച് നടക്കുകയാണ്. കേരളത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും തൊഴിലാളികൾക്ക് അവകാശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വളരെ ഭൂരിപക്ഷം ജീവനക്കാരെയും പങ്കെടുപ്പിക്കുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് ഈ KMPU എന്ന കേരള മീഡിയ
പേഴ്സൺസ് യൂണിയൻ എന്ന സംഘടന. അതിൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനമാണ് കൂറ്റനാട് 31 നടന്നത്. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TVM അലിയും മാതൃഭൂമി ലേഖകൻ D മൂസയും നയിക്കുന്ന മാധ്യമ ശില്പശാല രാവിലെ 10 നടക്കും. തുടർന്ന് 11:30 നടക്കുന്ന പൊതുസമ്മേളനം പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിൻ ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പിയുടെ ബഹുമാനായ MLA ശ്രീ മുഹമ്മദ് മോഹസിനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്ഥാപക നേതാവ് V സയ്യിദ് മുഖ്യ പ്രഭാഷണം നടത്തുകയും വിശിഷ്ടാതിഥികളായി സംസ്ഥാന പ്രസിഡന്റ് M റഫീഖ്, തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജു, ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിയനുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന MD എഡൻവുഡ് ഇന്റർനാഷണൽ സ്കൂളിന്റെ MD ആയിട്ടുള്ള EV അബ്ദുറഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളും. സ്വാഗത സംഘം ചെയർമാൻ KG സണ്ണി അധ്യക്ഷത വഹിക്കും. KMPU സ്ഥാപക നേതാവ് V സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് M റഫീഖ്, തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ ജെറിൻ രാജു, ചാലിശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, എഡ്വിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ EV അബ്ദുൾ റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളാകും. സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും. വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ രക്ഷാധികാരി C മൂസ, ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, തൃത്താല മേഖലാ ട്രഷറർ മുഹമ്മദ് റഹീസ്, AC ഗീവർ ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കേരളീയ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ശില്പശാലയിൽ ചർച്ച ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. രോഗാതുരതയും കേരള സമൂഹവും ജീവിതശൈലി രോഗങ്ങളും എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ആർദ്രം കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജിത്ത്, തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ, ഡോക്ടർ MK ലോഹിതാക്ഷൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, ആർഷ ജിജു, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. V മനോജ് കുമാർ, K രാജൻ മാസ്റ്റർ, TA വേലായുധൻ, K സോമൻ മാസ്റ്റർ, TA പ്രേമരാജൻ എന്നിവർ നേതൃത്വം നൽകി. സംഘാടക സമിതി കോർഡിനേറ്റർ K മനോഹരൻ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചികൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴ്ക്കാവ് വേലയും നടന്നു. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂറുധം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. പുലർച്ചെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വെള്ളാറ്റഞ്ഞൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാത്രിപൂരം എഴുന്നള്ളിപ്പും മേളത്തോടെ താലപ്പൊലിയും നടന്നു. ശേഷം ക്ഷേത്ര വടക്കുംഭാഗത്ത് ഗുരുതിപൂജയും ഉണ്ടായി. ഗുരുതി ചടങ്ങുകൾക്ക് കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, ദീപാരാധന, നിറമാല, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവയും ഉണ്ടായി. 3 ദിവസങ്ങളിലാണ് ദേശപ്പറയെടുപ്പ് നടന്നത്. ജനുവരി 27-ന് നടക്കൽ പറയ്ക്ക് ശേഷം വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങിലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലായിരുന്നു പറയെടുപ്പ്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ് അയ്യർ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, TP അജിത് കുമാർ, KS ബാബു, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഗ്രാമത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റംപാട്ട് അനുഷ്ഠാന കലകളിൽ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തിൽ പ്രധാന കണ്ണിയാണ്. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചികൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാരങ്ങൾ തെറ്റാതെയുള്ള തോറ്റംപാട്ട് അവതരണം വേറിട്ട കാഴ്ചയായി. ദേവീയ യാത്രയുടെ കഥ പറയുന്ന തോറ്റംപാട്ട് ഇന്ന് കാവുകൾ കന്യമാവുകയാണ്. കിഴക്കോരു വെള്ളപ്പം നാട് എന്ന സ്വർഗത്തിൽ നിന്നും അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന ദേവിമാരുടെ കഥകളാണ് ദേശങ്ങളിലെ നാട്ടുത്സവത്തിൽ തോറ്റംപാട്ടായി അവതരിപ്പിച്ചിരുന്നത്. പല കാവുകളിൽ നിന്നും അപ്രത്യക്ഷമായ അവസ്ഥയാണ് ഇന്ന് തോറ്റംപാട്ട്.
ഭഗവതിമാരുടെ സഞ്ചാരവും തുടർന്ന് കാവുകളിൽ കുടിയിരിക്കുന്നതുവരെയുള്ള കഥകൾ ജനമറിഞ്ഞിരുന്നത് തോറ്റംപാട്ടിലൂടെയായിരുന്നു. പുതുതലമുറയ്ക്ക് പഴയകാല അനുഷ്ഠാന കർമ്മങ്ങളിൽ വന്ന അകൽച്ചയാണ് ഈ കല ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ദേശാടന കാലയളവിൽ വിശ്രമത്തിനായി വെയിലത്തിരുന്ന ദേവിക്ക് 16 കമ്പുള്ള വെള്ളാട്ടു വെൺകുട പണിതീർത്തത് പാക്കനാരാണ്. കുട ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമായാണ് കുരുത്തോല കൊണ്ടലങ്കരിച്ച ഓലക്കുടയുമായി കീഴേക്കാവിലെ വേല കൊട്ടിക്കയറാറുള്ളത്. പല കാവുകളിലും ഭഗവതിമാർ ഓലക്കുടയ്ക്കു മുകളിലോ കീഴെയോ വന്നുവെന്ന ഐതിഹ്യമാണുള്ളത്. ദേവി ഏത് ദേശത്തിരുന്നാലും ഓലക്കുട കെട്ടി ചൂടിക്കുവാനും തോറ്റം പാടാനുമുള്ള അവകാശവും പാക്കനാർക്ക് മാത്രമാണ്. കൂട്ടുമൂച്ചിക്കൽ കൊടപ്പാടം വയലിൽ വെയിലത്തിരുന്ന ദേവിക്ക് ദാഹശമനത്തിനായി അതുവഴി വന്ന ചെത്തുകാരൻ കള്ള് നൽകിയതുമായ കഥകളും പറയപ്പെടുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ശേഷം മധുവേലയായി ഉത്സവം ആഘോഷിച്ചിരുന്നു. പിന്നീടത് ആനപ്പൂരത്തിന് വഴിമാറി. കീഴേക്കാവ് വേലയിലെ ദേവീ സാന്നിധ്യം ദേശത്തിലെ ഭവനങ്ങളിൽ എത്തിച്ചതിനു ശേഷം നാടൻ കലാരൂപങ്ങളുമായാണ് ക്ഷേത്രത്തിൽ വേല കയറിയത്. അതിനുശേഷം 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടുനിൽക്കുന്ന തോറ്റംപാട്ടിനു ശേഷം വെള്ളാട്ട് വെൺകുട ഭഗവതിക്ക് സമർപ്പിച്ചാണ് ചടങ്ങ് അവസാനിക്കുന്നത്. വാമൊഴിയായി പകർന്നുകൊടുത്തുപോരുന്ന തോറ്റംപാട്ട് പുതുതലമുറയ്ക്ക് അന്യമാകുമ്പോൾ ഒരു ദേശത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ അറിവും ദേവീയ യാത്രയുടെ കഥയും കൂടിയാണ് നഷ്ടമാകുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള മുട്ടക്കോഴി വിതരണം 2ാം ഘട്ടം നടന്നു. മഴുവഞ്ചേരിയിൽ മൃഗാശുപത്രി അങ്കണത്തിൽ നടന്ന മുട്ടക്കോഴി വിതരണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ അധ്യക്ഷയായി. വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ, മൃഗാശുപത്രി ജീവനക്കാർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPIM അംഗവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന അയ്യപ്പൻ മാസ്റ്ററുടെ 56ാമത് അനുസ്മരണ വാർഷിക ദിനം ആചരിച്ചു. വാഗയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. PP മോഹനൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, KM പരമേശ്വരൻ, KP രാജു, ശ്രീകുമാർ വാഗ, VS പ്രമോദ്, PB ഷൈൻ, വത്സല മുരളി, ഷാലി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. LDF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മണലൂർ മണ്ഡലത്തിൽ നൽകുന്ന സ്വീകരണം വിജയിപ്പിക്കുന്നതിനായി LDF എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി യോഗം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി അധ്യക്ഷനായി. LDF പഞ്ചായത്ത് കൺവീനർ ആഷിഖ് വലിയകത്ത്, CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ്, CPIM ലോക്കൽ സെക്രട്ടറിമാരായ BR സന്തോഷ്, PA ഷൈൻ, CPI ലോക്കൽ സെക്രട്ടറി CK രമേശ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി KU സരിത ചെയർമാൻ, ആഷിഖ് വലിയകത്ത് കൺവീനർ, TC മോഹനൻ ട്രഷറർ എന്നിവരടങ്ങുന്ന 101 അംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാപ്റ്റനായും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാനേജറുമായ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 5 മുല്ലശ്ശേരിയിൽ രാവിലെ 10 മണിക്കാണ് സ്വീകരണം നൽകുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണം 2025-26 നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി എള്ള് ഡെയിഞ്ച വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേഷ് സോമൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ഗോവിന്ദൻകുട്ടി, മണികണ്ഠൻ, ഷീജ ആനന്ദൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനം ആചരിച്ച നാട്. വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്.
കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനവും തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും നടത്തി. 10ാം വാർഡ് തിരുവത്രയിലെ ഗാന്ധി സ്തൂപം പരിസരത്ത് നടന്ന ദിനാചരണം കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ആൻലി ജിബി, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോബി ഫ്രാൻസിസ്, ഡയറക്ടർ സിംസൺ കൂത്തൂർ, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം ഗാന്ധി ദർശൻ വേദി ചെയർമാൻ VM രാജേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി അഖിൽ S നായർ, ഗാന്ധി ദർശൻ വേദി അംഗവും കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മിഷ സെബാസ്റ്റ്യൻ, ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ശശിധരൻ വൈലത്തൂർ, ജില്ലാ വനിതാവേദി വൈസ് ചെയർമാൻ ശൈലജ വിശ്വനാഥൻ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ രാജു, ഹരിദാസൻ ചിറ്റഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. MK ജോസ്, MC ഐജു, CG ജോൺ, NK കബീർ, മീന ശലമോൻ, ഷാജി വർഗീസ്, നജീബ് കുമ്പത്തയിൽ, അനിത വിൻസെന്റ്, സുജാത തുളസി, റസാഖ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ 11ാം വാർഡ് അയ്യമ്പറമ്പ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി ജോയ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഫ്രാൻസിസ് മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷകൻ റജി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉണ്ണി ഏറത്ത് സ്വാഗതം പറഞ്ഞു. മുൻ കൗൺസിലർ EA രാജു, ട്രഷറർ TT ബിജു, സിറിയക് മണ്ടുമ്പാൽ, പോൾ മണ്ടുമ്പാൽ, ബ്ലോക്ക്, മണ്ഡലം, വാർഡ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഹാഷിം അച്ചാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നയൂർകുളത്ത് കോൺഗ്രസ് 17-18 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും നടത്തി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ഭാരവാഹികളായ സുലൈമാൻ ഹാജി, ചാലിൽ മൊയ്തുണ്ണി, റാഫി മാലിക്കുളം, അൻവർ അസൈനാരകത്ത്, കോൺഗ്രസ് നേതാക്കളായ PK മുഹമ്മദ് കുട്ടി, കോലായിൽ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് അഷ്റഫ് ചാലിൽ സ്വാഗതവും തൊഴിലുറപ്പ് മാറ്റ് ഷാനിബ മൊയ്തുണ്ണി നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് മാമബസാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ലിയാഖത്ത് ചാവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. AV മജീദ്, RV ഫൈസൽ, ചാക്കോ ചൊവ്വല്ലൂർ, ജിഫ്രി, സനീഷ്, കബീർ, ഹംസ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജഗദേവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി CK സുലൈമാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് MM എന്നിവർ സംസാരിച്ചു. ജയരാജ്, മൈമുണ്ണി, അസീസ്, ലത്തീഫ്, ശശികുമാർ, മജീദ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബജറ്റിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചാവക്കാട് സർക്കാർ ജീവനക്കാർ യോഗം ചേർന്നു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന യോഗം NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VS ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ പ്രതിനിധി PS നൌഷാദ് അധ്യക്ഷത വഹിച്ചു. KSTA പ്രതിനിധികളായ മനോജ് സ്വാഗതവും ഡിക്സൺ ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിട പറയാം ലഹരിയോട് കാത്തുസൂക്ഷിക്കാം നമ്മെ തന്നെ എന്ന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സബ് ഇൻസ്പെക്ടർ T അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ N ഷാജി തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിവിൽ പോലീസ് ഓഫീസർ P സജീഷ്, പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ അബ്ദുള്ള കോതക്കുറിശി, തൃശൂർ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി മാത്യു, റഫീഖ് കടവല്ലൂർ, ചാലിശ്ശേരി വിമുക്തി കോർഡിനേറ്റർ ജോസ് ജെയിംസ്, NSS പ്രോഗ്രാം ഓഫീസർ K തസ്നി തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും NSS വളണ്ടിയർ K നിരഞ്ജന നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്വിസിൽ മത്സര വിജയികളായ PA മുഹമ്മദ് അദ്നാൻ, പവിത്ര സന്തോഷ് എന്നീ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറും ഓർമ്മമരവും സ്കൂളിന് കൈമാറി.
ജനുവരി 29 മുതൽ ഏപ്രിൽ 28 വരെ സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ 34ാം വാർഷിക സമ്മേളനം നഗരസഭ CV സ്മാരക ഹാളിൽ ചേർന്നു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KSSP യൂണിറ്റ് പ്രസിഡന്റ് VR അഭി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV മെജോബ്രൈറ്റ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ പ്രവർത്തന റിപ്പോർട്ടും TA പ്രേമരാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CG ജോബരാജ്, MK സുകുമാരൻ, മുഹമ്മദ് ഉണ്ണി, വേലു, KG പാറുക്കുട്ടി, VC ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. VR അബി പ്രസിഡന്റ്, T രാജഗോപാൽ സെക്രട്ടറി, TA പ്രേമരാജൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. EEP പദ്ധതിയുടെ ഭാഗമായി കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കോ ക്ലബ്ബ്, ഹരിതസേന, ലിറ്റിൽ കൈറ്റ്സ്, JRC എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ മിഷൻ ക്ലീൻ ബീച്ച് എന്ന പേരിൽ മന്ദലാംകുന്ന് ബീച്ച് ശുചീകരണം നടത്തി. പ്രധാനാധ്യാപകൻ PM ജയരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ശുചീകരണ യജ്ഞം പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 50ഓളം കുട്ടികളും 10ഓളം അധ്യാപകരും പങ്കെടുത്തു. പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പുന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം TA ഐഷ, PTA എക്സിക്യൂട്ടീവ് അംഗം റിയാസ് കുന്നമ്പത്ത് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ നാസർ ഹുസൈൻ, സുജിത് S അടുക്കത്ത്, വികാസ് KV, ആസിയ, ഗസിൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പാടൂർ വാണിവിലാസം UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനത്തിനോടനുബന്ധിച്ച് KG ഫെസ്റ്റും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. 2 ദിവസങ്ങളിലാണ് സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. 1926ലാണ് തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വിദ്യാലയം സ്ഥാപിതമായത്. ആദ്യ ദിനത്തിൽ KG ഫെസ്റ്റും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് ലിഷോയ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ് അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ ബ്രിസ്റ്റോ മൈക്കിൾ, മാനേജ്മെന്റ് പ്രതിനിധി ജിസ മരിയ, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റിനിത കബീർ, മുൻ പ്രധാനാധ്യാപകൻ KR പോൾ, PTA വൈസ് പ്രസിഡന്റ് സിന്ധു രതീഷ്, OSA സെക്രട്ടറി TL ജോമോൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MS ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റസിയ ഇബ്രാഹിം സമ്മാന വിതരണം നടത്തി. തുടർന്ന് KG വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാവിരുന്നും തൃശൂർ കതിർ കലാവേദിയുടെ കലാസന്ധ്യ പാട്ടുകൂട്ടവും അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 15,510 രൂപ, പവന് 1,24,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 380 രൂപ. ചരമം കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റും ആദൂർ മഹൽ സെക്രട്ടറിയുമായ MP റഫീഖ് തങ്ങളുടെ പിതാവ് ആദൂർ മാനാത്ത് പറമ്പിൽ പൂക്കോയ തങ്ങളുടെ മകൻ പൂക്കുഞ്ഞു തങ്ങൾ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ആദൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആയിഷ ഭാര്യയാണ്. മൈമൂന, ഇബ്രാഹിം, റസിയ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആലുങ്ങൽ പരേതനായ അഹമ്മദ് ഉണ്ണിയുടെ ഭാര്യ കുഞ്ഞിമ്മ നിര്യാതയായി. 101 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. മുഹമ്മദ് കുട്ടി, അബ്ദുൽ സലാം, ഫാത്തിമ എന്നിവർ മക്കളാണ്. ചാവക്കാട് സ്വദേശി ഒമാനിൽ വെച്ച് മരിച്ചു. മണത്തല പള്ളിക്ക് പുറകുവശം താമസിക്കുന്ന പുതുവീട്ടിൽ തൊട്ടാപ്പിൽ ഷാഹുവിന്റെ മകൻ 50 വയസ്സുള്ള ഷാജിദാണ് ഒമാനിലെ മസ്കറ്റ് റൂവിൽ മരിച്ചത്. ഗൗല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കും. തെരുവത്ത് പീടികയിൽ ജമീല മാതാവും ഹമീദ ഭാര്യയുമാണ്. ആദിൽ, ഫസ എന്നിവർ മക്കളാണ്. കടപ്പുറം അഞ്ചങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന കല്ലിങ്ങൽ മാമദ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം അഞ്ചങ്ങാടി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ബിവാത്തുമോൾ ഭാര്യയും ഹസീന മകളുമാണ്.
കാട്ടകമ്പാൽ ചിറക്കൽ പയ്യവളപ്പിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം 5 മണിക്ക് ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. നബീസുവാണ് ഭാര്യ. ബാബു, ഷമീർ, നബീൽ, നസീറ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തെക്കഞ്ചേരി അമ്പലത്ത് വീട്ടിൽ ഹനീഫയുടെ മകളും വെളിയങ്കോട് സ്വദേശി റഫീഖിന്റെ ഭാര്യയുമായ 36 വയസ്സുള്ള അജി എന്ന റുസീനയാണ് മരിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:55 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങിയവരെ ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത്. ദേശീയപാത നിർമ്മാണം. മന്ദലാംകുന്ന് ചക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരിൽ നിന്നും അഭിപ്രായം തേടി ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് കളക്ടറുടെ ഉറപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.